അപ്പം ഞാൻ പോകുന്നു. ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു, ലവ് യു ഓൾ. ഓക്കെ. എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഐ എം സോ സോറി. നിങ്ങളുടെ വാക്കുകളിൽ എനിക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാനതൊന്ന് ക്ഷമിച്ചു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ബൈ. അപ്പം വീണ്ടും ലൈവിൽ കാണുന്നോടം വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇന്ന് പോസ്റ്റ് ഇടുന്നതായിരിക്കും, സ്റ്റോറി ഇടുന്നതായിരിക്കും, റീൽസ് ഇടുന്നതായിരിക്കും. നിങ്ങളൊക്കെ എന്നും എൻ്റെ കൂടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് വേണം. അയ്യോ ദയവ് ചെയ്ത് പോകരുതേ. എൻ്റെ ലൈവ് കാണാനേ കണ്ണിൽ എണ്ണി വെച്ചിട്ടേ ഒരുപാട് കിഴങ്ങന്മാർ കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാവും. ഭർത്താവ് മരിച്ചതിന് ശേഷേ ഒരു ട്രൗസർ കൊണ്ട് വാരി വലിച്ചിട്ടിട്ട് നഗ്നതാ പ്രദർശനം കാണിക്കാൻ വേണ്ടിയിട്ടേ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു തീരെ ഇല്ലാത്തൊരു വനിതയാണിച്ച്. പിന്നെ എന്തൊരു സമാധാനം എന്നറിയോ, ഈ കാണിച്ചു കൂട്ടണതൊക്കെ സുധിച്ചേട്ടന് വേണ്ടിയാന്ന് അറിയുമ്പോൾ ഒരു സമാധാനം. അപ്പം എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇതാണ് നമ്മുടെ ഡാഗിനി അമ്മൂമ്മ. അല്ല, രണാസുന. ഇതിനെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ലല്ലോ, അത്രക്ക് ഫേമസ് അല്ലേ ഈ എക്സ്ക്ലൂസീവ് സബ്. ഈ സുന കാട്ടിക്കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാലേ ഇതിന് കരുതും കുടുംബം കൂട്ടക്കാരൊന്നും ഇല്ലാന്ന്. പക്ഷെ അങ്ങനെയല്ല, വളർന്നു വരുന്ന മക്കളും ഉണ്ട്, കുടുംബമുണ്ട്, കൂട്ടക്കാരും ഉണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് പുല്ലാണെന്ന് പറഞ്ഞിട്ടേ ലൈവിൽ തുണിയും കമ്മിയാക്കിയിട്ടേ കടന്ന് ഉരുളാണ്. നമുക്ക് ഏതായാലും ആ ഉരുളലൊന്നും കണ്ടാലോ? എന്നാ വരി. ഹലോ. എന്താണ് രേണു? കുളിനാനൊന്നുമില്ലേ? മാന്തൊക്കെ ചെയ്യണു? അല്ല, ഇതെന്തൊക്കെ ഈ നാവും കൊണ്ടൊക്കെ കാട്ടണ്? ഇതെന്താ വല്ല പാമ്പുവാ? ഇതിഞ്ഞ് കടിക്കുവോ? അതോ ഇനി വല്ല നരമ്പിന്റെ അസുഖം എന്തെങ്കിലും ഉണ്ടോ? എന്തായാലും കുറച്ചാണ്ട് മാറിക്കാലേ. അപ്പൊ ഇതാണല്ലേ ഈ സുനക്ക് ലൈവില് പരിപാടി. ഇത് സുധിച്ചേട്ടന് വേണ്ടിയിട്ടൊന്നല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് സുധിച്ചേട്ടന് വേണ്ടിയല്ല. ഇത് പിന്നെ ഈ തള്ളക്കേ മറ്റേത് അതന്നെ. എന്താ ചെയ്യാല്ലേ? ഇത് മാത്രമൊന്നല്ല, ഇങ്ങനെ കുറെ തൈക്കളവികൾ ഇറങ്ങിക്കണു. ഇവരൊക്കെ വിചാരേ ഇതൊന്നും ആരും അറിയില്ല എന്നാണ്. ഇതാരും എടുത്ത് പുറത്ത് കെട്ടുക്കണു. അതിനാലിപ്പോ ലോകം മൊത്തം കണ്ടുക്കണു. എന്നിട്ടിപ്പം മാതിരി എക്സ്പ്രഷനും കാട്ടപരാധങ്ങളും കാണിച്ചതിന് ഒരു കുഴപ്പമില്ല. അതാ എടുത്ത് ചൂണ്ടിക്കാട്ടിനാണ് ഇപ്പൊ പ്രശ്നം. എന്നിട്ട് അതിന് മറുപടി ആയിട്ട് വന്നിക്കണു. അതൊന്നും ഉണ്ടോക്കി സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് വരുന്നില്ല. ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്. മനസ്സിലായി? ഒരുപാട് നാളായി ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. എന്താ പറഞ്ഞേ? ആസ്വദിച്ചിക്കേ? അന്നൊക്കെ ആസ്വദിക്കാൻ മാത്രമേ ഇത്രക്ക് ദരിദ്രവാസികളൊക്കെ ഉണ്ടോ? ഏതപ്പാ ദരിദ്രവാസികള്? അല്ല, എന്താപ്പാ ആസ്വദിക്കാന്? സത്യം പറഞ്ഞു കഴിഞ്ഞാലേ അറപ്പാ തോന്നിയേ. അതുമല്ല, വല്ല പൊന്തക്കാട്ടിൽ നിന്ന് നീച്ചു വന്ന മാതിരി ഉണ്ട്. അവിടെ പടി മാന്തിയിട്ടും പിന്നെ ഓഞ്ഞൊരു എക്സ്പ്രഷനും. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, കുളി നനയൊന്നും ഇല്ലാലേ. എനിക്കിതൊക്കെ കാണുമ്പല്ലേ സലീം കുമാർ ഒരു പടത്തിൽ പറയുന്നുണ്ട്, മണത്തിട്ടാട്ടിയതെന്ന്. ഇതിനെ കാണുമ്പോഴേ സത്യത്തിൽ അങ്ങനെ തോന്നണ്, ഒരു മണത്തിട്ടാട്ടിയ മണവാട്ടി. എന്നിട്ട് ഇത് കാണാനും കുറെ മനുഷ്യന്മാര്. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ അതൊക്കെ പെരീക്ക് അരിയും മണ്ണെണ്ണയും വാങ്ങാൻ വെച്ച പൈസക്കാരം. എന്നിട്ട് ആ പൈസയും കൊണ്ട് റീചാർജും ചെയ്തിട്ടേ ഇതിൻ്റെയൊക്കെ ലൈവ് കാണുന്ന ആൾക്കാരെ സമ്മതിക്കന്നെ വേണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അതൊക്കെ പോട്ടെ. അല്ല മാളെ, അനക്ക് നല്ല വൃത്തിക്കും എനക്കൊക്കെ നടന്നൂടെ? പിന്നെ പറയും ബാക്കി വേറെ എന്തൊക്കെയുണ്ട് വിശേഷം. ദാ വന്നു ഇപ്പൊ അനങ്ങിയപ്പോ മറ്റേ അബ്ദുറാഖാന്റെ ഡോയറും ഭരിച്ചു വാരി കയറ്റിട്ടേ വന്ന് കുത്തിരിക്കല പരിപാടി. എന്റെ പൊന്നു സുധിച്ചേട്ടാ, നിങ്ങൾ എത്ര ഭാഗ്യവാനാ. ഇതൊന്നും കാണേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന്റെ അടുത്ത് നിന്നൊക്കെ ആ സുധിച്ചേട്ടൻ രക്ഷപ്പെട്ടു വയ്ക്കാണ് തലനാരയൊക്കെ. അത് പോട്ടെ. ഡോയർ സുന പറ. ഭയങ്കര കുറ്റമായിരുന്നു. എന്റെ കസിൻസ് ഒക്കെ എന്നെ വിളിച്ചിട്ട് എന്തായാലും കാണിച്ചേ. ഞാൻ പറഞ്ഞു പിന്നെന്താ പറയില്ലേ, കണ്ട ആൾക്കാരെന്തായാലും പറയും. അമ്മാരി അഭ്യാസങ്ങളല്ലേ നാവും കൊണ്ടൊക്കെ. ഇപ്പൊ നമ്മള് കണ്ടതേ ചെറിയൊരു ഭാഗമാണ്. മൊത്തത്തിന് നമ്മൾ കണ്ടു കഴിഞ്ഞാലേ അന്നത്തെ ദിവസം തൊണ്ടയിന്ന് കഞ്ഞി ഇറങ്ങൂല. അത്രക്ക് വൃത്തിയായിട്ട ലൈവാണത്. അല്ല നാണം കെട്ടവളെ, ഇങ്ങനെ ലൈവിലൊക്കെ വന്നിട്ടേ ഈ തുണി ഉരിഞ്ഞിങ്ങനെ കാണിക്കാനേ അനക്ക് ഒരു നാണമല്ല. കാണിക്കുന്നേ ഞാൻ എന്റെ ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിച്ചില്ല. എന്റെ ചുണ്ട് പൊട്ടിയിരിക്കും. നിങ്ങൾ ഉണ്ടായിരുന്ന ലൈവില്, നിങ്ങൾ ഓരോരുത്തരും കാണുമായിരിക്കും ലൈവില്. ഞാൻ ചുണ്ട് പൊട്ടിയിരിക്കും. അയ്യോടാ, ചുണ്ടല്ലോ കടിച്ചിട്ട്, വേറൊന്നും കടിച്ചില്ലല്ലോ. കടിക്കടാന്നൊക്കെ പറഞ്ഞിന്ന്. ഒന്നിനാത്രം പോന്ന മക്കളില്ലേ, ഉസുറുംപുളി ലേശം. ഇപ്പോഴും എന്താ കാണിച്ചുകൊണ്ടിരിക്കണമെന്ന് നോക്കിയാ കാണി. ആ ടൊയറിന്റെ വള്ളി കെട്ടണമാതിരി കാട്ടിട്ടേ പരമാവധി കാണിച്ചു കൊടുക്കുക. കാണികളെ വല്ലാതെ സന്തോഷിക്കട്ടെ. ഇങ്ങോട്ട് നോയിക്കോളി, ഇങ്ങനെ നോയിക്കോളി. എന്താ വളരെ ഉത്തരവാദിത്തം. 199 റീചാർജ് ചെയ്യണേ, അതിനുള്ള എന്തേലും കാട്ടിക്കൊടുക്കണ്ടേ? എന്തായാലും ബാക്കിയാണ്. എന്താ മോയന്തേ? എന്തേലും പറയേ.
ഇവനെന്താ പറഞ്ഞേ, ബ്ലൂ വെയിൽ എന്താ പറഞ്ഞ അച്ചാതി പരിപാടി കാണിക്കാനാണോ നിന്നെ കയറി സബ് ചെയ്തത്? എന്ത് ആര് പരിപാടി കാണിച്ചെന്ന്? നീ എന്ത് കോപ്പായി പറയുന്നേ? നീ എന്ത് കോപ്പാ പറയുന്നത്? ആര് പരിപാടി കാണിച്ചെന്നാ നീ പറയുന്നത്? ആ കേട്ടോളിയും നല്ലോണം കേട്ടോളിയും. കയ്യിലെ കായും കൊടുത്തിട്ടേ ആരെങ്കിലും ഈ ഉണക്കച്ചെമ്മീനൊക്കെ കാണാൻ കുത്തിരിക്കൂ. ഇതിന് റീചാർജ് ചെയ്തിട്ടേ കുത്തിരിക്കുന്ന ആൾക്കാരെ നമിച്ചുകുണു. എന്തായാലും കേട്ടോളിയും, നിങ്ങൾക്കത് കേൾക്കേണ്ടതാണ്. റീചാർജ് ചെയ്തല്ലേ. എടി പോടി നീ എന്നൊക്കെ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കുക. സബ് കളഞ്ഞിട്ട് പൊക്കോ കേട്ടാ. കേട്ടില്ലേ, നല്ലോണം കിട്ടിയില്ലേ. സബ് കളഞ്ഞിട്ട് പെയ്ക്കോളിന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ പകുതി മുക്കാലിലെ ആൾക്കാരുവേ തെറി പറയാനായിട്ട് സബ് ചെയ്ത ആൾക്കാരാണ്. അല്ലാതെ ഇപ്പൊ ഇതിലൊക്കെ എന്ത് കാണാനാണ്? മനുഷ്യന്മാർക്ക് കണ്ണില്ലേ? ഇനിയിപ്പോ അതുപോലത്തെ തട്ടിത്തടഞ്ഞിട്ടേ വല്ല കണ്ണ് കാണാക്കുരുട്ടികളും വന്ന് സബ് എടുത്തിട്ടുണ്ടാവും. ഓലെ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. അല്ല രേണു, ഇജിപ്പോ എല്ലാരും ഇങ്ങനെ ആട്ടിപ്പായിച്ചു കഴിഞ്ഞാലേ അവസാനം മറ്റേതിക്ക് തന്നെ ഇറങ്ങേണ്ടി വരുമോ? വശീകര എൻ നെഞ്ചി നിക്ക എൻ കൺകളെടുത്ത് വന്ന് ഞാൻ പോകിറതേ. അവസാനം അയക്കന്നെ ഇറങ്ങേണ്ടി വരും. അയക്കാണ് ഇപ്പൊ ഈ പോക്ക്. അതുകൊണ്ടേ ഒരു മയത്തിലൊക്കെ പെരുമാറ്, കാണികളെയൊക്കെ സന്തോഷിപ്പിക്ക്. എന്താ അതിൻ്റെ ഇതൊക്കെ പറയണു? ആ കൈത പറയേ, അല്ല സുന പറയേ. ഉടനെ ഈ ലൈവ് ഇറങ്ങും. എനിക്ക് വിഷയമല്ല. ഈ ലൈവ് ഇറങ്ങി എനിക്ക് മൈര മനസ്സിലായി. ഇതാ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ പക്ക കൂതറണി. ഇതിൻ്റെയൊക്കെ 12 ഇഞ്ച് തൊള്ളിന്നേ ഇങ്ങനത്തെ വാക്കുകൾ തന്നെ വരുള്ളൂ. ഡോയറും ബനിയനും നിട്ടിക്കൊണ്ടേ സ്വഭാവം മാറൂലല്ലോ. കണ്ടില്ലേ, നല്ല ഒന്നാം തരം തെറി. ഇവളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ തള്ളക്ക് ഇത്ര പൈസ സമ്പാദിക്കാന്നുണ്ടെങ്കിലേ ഇനി ഒരുപാട് ചെറുപ്പക്കാരികൾ ഇതിക്ക് മുന്നിട്ടിറങ്ങും. എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തോളുണ്ടോ. അവനാൻ്റെ മക്കളെ തന്നെ അവനാ മൊബൈലിൽ കാണേണ്ട ഒരു അവസ്ഥ വരും. ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല, ഇതൊക്കെ അവസാനം അയക്കന്നെ എത്തുള്ളൂ. അതൊന്നും കണ്ടോ കാണി. ബൈ ബൈ. അപ്പം എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ. എന്താപ്പത് ഏതാപ്പാ പോസ്? മറ്റേ കടാപ്പുറത്തേ കൈപ്പ കൊണക്കാട്ടിക്കാന്ന് ഇരുന്നു. ബാക്കിയും കൂടി കാണിച്ചു കൊടുക്ക്. ഞാൻ പോയിക്കോട്ടെ. കണ്ടില്ലേ, അപ്പൊ ഞാൻ പൊയ്ക്കോട്ടെ. പരമാവധി കാണിച്ചു കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് ഏൽക്കണില്ല. അതിനെന്താ, എന്തേലൊക്കെ വേണ്ടേ? ഇതെന്താ വെറും ഒരു എല്ലും തോല്? ഇത് ഇതിന്റെ മാത്രം പരിപാടിയല്ലേ, വേറെയും കുറെ എണ്ണുണ്ട് ഇതേമാതിരി. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഈ കാണിക്കണീനൊക്കെ ഒരു പേരിടാ, ഓൺലൈൻ പടക്കപ്പര. ഈ ഓൺലൈൻ പടക്കപ്പരയിലേ നിങ്ങളെന്താ കരുതിക്കണേ എല്ലാരും സുന്ദരികളാണെന്നോ? ഈ മേക്കപ്പ് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇവരൊക്കെ പിടിച്ചു നിൽക്കണത്. ഇവർക്കൊക്കെ അത്രക്ക് ധൈര്യം ഉണ്ടെങ്കിലേ നല്ലൊരു മഴയത്ത് നിൽക്കട്ടെ. നിൽക്കൂല, മൊത്തത്തിലുണ്ട് ഒലിച്ചു പോവും. ഇനിയിപ്പോ ഞാൻ വെറുതെ പറയാന്നേക്കാരം. അതൊന്നും കണ്ടോ കാണി. കണ്ടില്ലേ, എന്താ പോള ഗ്ലാമർ. ഫിൽറ്റർ മാറ്റാലോ. കണ്ടില്ലേ, ഇതാണ് ഒറിജിനല്. കണ്ടില്ലേ ഏതാപ്പാ കോലം? ആ തല പിടിച്ച് കുലിക്കല്ലേ, ഒരു കൊട്ട പേന ഇട്ടു. എന്നിട്ട് അതിനെ പെറുക്കി വിറ്റ് കഴിഞ്ഞാലേ ഈ രേണുവിന് ജീവിക്കാം. ഹേയ് അതൊന്നും ചെയ്യൂല. ഇങ്ങനെ തുണി കമ്മിയാക്കണതാണ് ഞമ്മക്കിഷ്ടം. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഒന്നാം തരം ഓൺലൈൻ പടക്കപ്പര. അതാപ്പം നടന്നുകൊണ്ടിരിക്കണത്. എന്നിട്ട് പറയണത് എന്താ, എല്ലാം സുധിച്ചേട്ടന് വേണ്ടി. ആയിക്കോട്ടെ, ഇത് പറയണ മാതിരി തന്നെ ആയിക്കോട്ടെ, എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ട്. അപ്പൊ എന്തോ ചെറുക്കണ്ട ചുമര് കാണുന്നു. കണ്ടില്ലേ, ഇതൊക്കെ എന്താണ്? ഈ പന്നികൾക്ക് കൂത്താടി നടക്കാനേ പണം വേണം. അതിനിങ്ങനെ സബ് എന്നൊക്കെ പറഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ടേ തുണി ഉരിഞ്ഞ് നടക്കുക. എത്രയോ സ്ത്രീകളെ ഈ സോഷ്യൽ മീഡിയക്കെ എത്ര മനോഹരമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടെന്നറിയോ? ഇതിങ്ങനെ കുറെ എണ്ണം തെറി പറയാനും തുണി ഉരിയാനൊക്കെ നിൽക്കുന്ന ആൾക്കാര്. ഓൽക്ക് അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വയ്ക്കുള്ളൂ. പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് കാണാനും കുറെ ആൾക്കാരുണ്ട്. ഇവരുടെ ഇപ്പത്തെ ഈ കുന്തളിപ്പൊക്കെ അല്ലേ, അതൊക്കെ നിർത്താനേ ഓരോ മക്കൾ തന്നെ വരും. ആ മക്കൾക്കേ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അന്ന് സമൂഹത്തു നിന്നും കുടുംബത്തു നിന്നും എന്തിനെ സ്വന്തം മക്കളെ തന്നെ അവഗണന വരുമ്പോഴേ തന്നാലെ മനസ്സിലായിക്കോളും ഈ തള്ളാർക്കൊക്കെ. അപ്പൊ എന്തായാലും ഈ തള്ളാർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. എന്നിട്ട് നല്ല രീതിയിൽ ആ മക്കളെയൊക്കെ നോക്കിയിട്ടേ നല്ല രീതിയിൽ ജീവിക്കട്ടെ. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.